ഒന്നായി കഴിഞ്ഞ നാം ഈ ദിനത്തിൽ. എത്ര കാലമായി തിരുമുറ്റത്തൊന്ന് എത്തി നോക്കാൻ മോഹിച്ചിട്ട്. പുതിയ ബാഗിന്റെയും പുത്തൻ യൂണിഫോമിന്റെയും പുതിയ പുസ്തകത്താളിന്റെയും മണം ഈ കാറ്റിന് ഇപ്പോഴും ഉണ്ട്. ഞങ്ങൾ നട്ട വാഹ അതങ്ങ് വളർന്ന് പന്തലിച്ച് പൂവിട്ട് നിൽക്കുന്നു. എന്തോരം കിളികളാണ് ഇത് കൂട് കൂട്ടിയേക്കുന്നത്. സത്യം പറയാമല്ലോ, ഇവറ്റകൾ അന്ന് ചെലിച്ചതുപോലെ ഞങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് കലകലകലകലകലാന്ന് ചെലച്ചത്. പാകപ്പൂക്കൾക്കിടയിൽ ചിറക് വിടർത്തിയിരിക്കുന്ന ഈ കിളികളെ കാണാൻ എന്ത് ഭംഗിയാ. നാശങ്ങളെ കയ്യിൽ തന്നെ സാധിച്ചു. എല്ലാത്തിനും ഞാൻ ഓടിച്ചിട്ട് ഞാൻ പറത്തു. ഇനി അങ്ങനെ റീയൂണിയനാ. ഒറ്റ ഒരെണ്ണം നേരത്തെ വന്നിട്ടില്ല. അതെങ്ങനെ? ഇതാ വീട്ടിലൊരു വേരക്കാരിയെ വെച്ചാലുള്ള കുഴപ്പം. അവള് രാവിലെ എഴുന്നിട്ട് എല്ലാം അങ്ങ് ചെയ്തോന്നുണ്ടല്ലോ. എനിക്കൊന്നും വീട്ടിൽ ചെയ്യാനില്ലാത്തേ. പക്ഷേ കൂട്ടുകാരെയൊക്കെ കാണാമല്ലോ. എത്ര കാലമായി അവരൊക്കെ കണ്ടിട്ടെന്ന് അറിയാമോ? പണ്ട് ഈ കല്യാണിക്ക് ഒരു വട്ടപ്പേരുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറയത്തില്ലല്ലോ. ആരാത് വിളിച്ചതാ? ആരാത്? മുള്ളാണി ആരാന്ന് പറയാമോ? കൈലാഷ്. കൈലാഷ് അല്ല. കൈലാഷ് എന്നല്ല പറഞ്ഞ എന്റെ ഐലാഷ് മേടിച്ചു വെച്ചേക്കുന്ന. അറിയാവോ? പോക്കറ്റ് കൈയിടാൻ ആർക്കറിയാത്തത്? അതല്ലെന്ത് എന്റെ മനസ്സിലായോ? അയ്യോടാ പാക്കരാ. അയ്യോ നീ ആടെ അങ്ങ് മാറിപ്പോയിലോടാ പാക്കരാ. ഈ പാക്കറിനൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ. ഇപ്പൊ ഞാൻ ഭാസ്കർ. ട്രാക്ടറാണ് ഇവിടെ എല്ലാം ഉഴുതു മറിച്ചാനല്ലേ ഇപ്പം. എടാ അതല്ല എനിക്ക് സംശയം. നിന്നെ ഞാൻ കൂട്ടുകാരാന്ന് വിളിക്കണോ അതോ കൊച്ചാന്ന് വിളിക്കണോന്ന്? അങ്ങനെ ചോദിച്ചേ. നിന്റെ തലമുടി എല്ലാം അങ്ങ് വെളുത്തു പോയല്ലോടാ. നിന്റെ ഭർത്താവിന്റെ പേര് ഞാനങ്ങ് മറന്നുപോയി. ഫെഡറിക് ഇടിക്കുള. അപ്പൊ ബാക്കി എല്ലായിടത്തും ഇടിക്കുവോ? ഫെഡറിക് ഇടിക്കൂലെന്ന് പറഞ്ഞു. ഫെഡറിക് ഇടിക്കുലാന്നാ പറഞ്ഞത്. ആളുടെ പേരാ പറഞ്ഞത് ഫെഡറിക് ഇടിക്കുള. ഫെഡറിക് ഇടിക്കുള. അല്ല, ഈ ഫെഡറിക്കും കല്യാണിയും തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ. ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നടാ. നല്ലതാ, കുഴപ്പമില്ല. ഫെഡറിക് എവിടെ ഇപ്പൊ? ഹോളണ്ട്. ഹോളണ്ട് ഇത്തിരി സിമെന്റ് വാങ്ങിച്ച് അടക്കി. ഹോളണ്ടെന്നല്ല പറഞ്ഞത്. ആളിപ്പോ ഹോളണ്ടിലാ വർക്ക് ചെയ്യുന്നത്. ഹോളണ്ടിലല്ലേ? പിന്നെ പെമ്പിള്ളാരെയൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. നീ അല്ലേടി പെമ്പിള്ളാരെ വിളിക്കാൻ? ശരിയാ, ഞാനാ. ശരിയാ, എല്ലാരും വരുവാടാ. സുമതി, ജലജ, കാർത്തിയായനി എല്ലാരും വരും കേട്ടോ. എല്ലാന്റെ ഇടയ്ക്ക് കിടന്ന് ഞാൻ ഇന്നൊന്ന് മെഴുകും. അയ്യോ, എന്താടാ? നടുവിന് കോച്ചി പിടിച്ച്. ഏത് കോച്ചി? കോച്ചി വർഗീസ് ഒന്നല്ല പെണ്ണെ, കോച്ചി പിടിച്ചെന്ന് നോക്കടി. മേലനങ്ങാൻ പറ്റാത്തവനാ പെണ്ണുങ്ങളുടെ കിടന്ന് വിരകുന്നത്. പിന്നെ ആ പിള്ളേര് എല്ലാരും ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുത്തനെ മാത്രമേ എനിക്ക് കിട്ടിയില്ലായിരുന്നു. ആരാടാ? അവിടെ കേശു ഇല്ലേടി. കേശു എൻഡി. നമ്മുടെ കശുവണ്ടി. അത് തന്നെ. അവൻ ഈ വാട്സപ്പും സംഭവം ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ അവനെ ഇങ്ങനെ തപ്പി നടന്നപ്പോ കഴിഞ്ഞ ദിവസം അവൻ ചന്തയിലിരിക്കുന്ന കണ്ടു. അവനെ അവിടെ വിൽക്കാൻ വെച്ചേക്കുവായിരുന്നു. അതാണോ പറഞ്ഞത്? എടി, അവൻ ഈ പച്ചക്കറിയുടെ ബിസിനസ് അല്ലേ, കൃഷിയും പരിപാടിയൊക്കെയാ. അപ്പൊ മലക്കറി വിൽക്കാനായിട്ട് ചന്തയിലിരിക്കുന്ന കണ്ടു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞടാ, റീയൂണിയൻ ആണ്, നമ്മുടെ സ്കൂളിൽ വെച്ചാണ്, വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. നീ എന്തിനാ സ്കൂളിൽ വെച്ച പരിപാടി എന്ന് പറഞ്ഞത്? ആ കാലത്തെ അവൻ പഠിക്കാൻ വരുമായിരുന്നോ? പിന്നെ ഇപ്പൊ ഈ സ്കൂളിൽ വെച്ച ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അവൻ വരുമോ? അത് എടി, നീ അല്ലേ പറഞ്ഞ കേസ് വരത്തില്ല? വേണ്ട, ചാക്കറ്റ് പിടി. ചാക്ക കെട്ടിപ്പിടിക്കാനല്ലേ പറഞ്ഞേ? ചാക്കറ്റ് പിടി. എന്തുവാടാ കേസ് ഇത്? ചാക്കിനകത്തോ? ഇത് മനസ്സിലാന്ന് പറഞ്ഞത്. ഒരു മാറ്റവും ഇല്ലല്ലോടാ. 2018 നിന്നെ കണ്ടത്, അതിനുശേഷം ഒരു മാറ്റവും ഇല്ല നിനക്ക്. 2018 ശേഷം മാറാൻ വേണ്ടി എന്റെ കേശുവാ, അല്ല ഇന്ത്യൻ റുപ്പീസ് അല്ല ഞാൻ. കശുവണ്ടിയേ, മനസ്സിലായോ? മനസ്സിലായി. ഇവളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വരത്തില്ലായിരുന്നോടാ. കണ്ടോടാ ഓൻ പണ്ടത്തെ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഇട്ടേക്കുവാടാ. ഈ മനസ്സിലാതെ ഞാൻ ബാങ്കിലിടാൻ പറ്റുപടി. ഇവള് വടി വെട്ടിക്കെട്ട് കൊടുത്തല്ലേ സാറുമാർ എന്നെ അടിച്ചതെന്ന് സ്കൂളിൽ വെച്ച്. നിന്റെ കയ്യിരിപ്പോണ്ടല്ലേടാ നിനക്ക് അടി കിട്ടിയത്? എന്താ കയ്യിരിപ്പം കൊണ്ട്? എല്ലാം ഇവള് 5ഉം 6ഉം വടി വെട്ടി ക്ലാസ്സിൽ കൊണ്ട് കൊടുക്കും. ആ വടിയെല്ലാം ഞായറാഴ്ച പെരുമ്പാവൂരിൽ ലോഡ് പോകും. അതുകൊണ്ടാണ് ക്ലാസിന്റെ സ്റ്റാഫ് റൂം പണിച്ചത്. എടാ, നീ പഠിക്കാത്തോണ്ടും കുരുത്തക്കേട് കാണിക്കുന്നുണ്ടോ നിനക്ക് അടി കിട്ടുന്നത്? ആ പഠിക്കാത്തോണ്ട് കുരുത്തക്കേട് കാണിക്കുന്നു. പണ്ടത്തെ അടി കിട്ടിയൊക്കെ മറക്കടാ. പണ്ടത്തെ അടിയൊന്നും ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഇപ്പോഴും എന്റെ തുടക്കി പിന്നിൽ ആ പാടുകൾ ഇങ്ങനെ തടിച്ച് വര പോലെ നിപ്പുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ചന്തയെ വെച്ച് കപ്പ എടുത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ മുണ്ട് മടക്കി കുനിഞ്ഞപ്പോൾ തൊട്ട് പറയുന്നതിന് നന്നാ ചെയ്ത് കണ്ടിട്ട് പറയുക, നാട്ടുകാരെ ഓടി വായോ, തുടക്കി പിന്നിൽ വാരിയിലുള്ളവനെ കാണെങ്കിൽ ഓടി വാങ്ങുമോന്ന്. അറിയോ, ഞാൻ ഉടച്ചു നാള് കെട്ടുപോയടാ. അറിയോ എടാ കേശുവേ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് മറക്കാം. ഇപ്പൊ നമ്മളിവിടെ കൂടിയേക്കുന്ന എന്തിനാ? കുറച്ചു നേരം സന്തോഷിക്കാനും സല്ലപിക്കാനും ഒക്കെയാ. അയ്യോ, ഈ സാറുമാരങ്ങ് സന്തോഷിച്ചാൽ മതിയേ. ബാക്കിയുള്ള നീ പച്ചക്കറി കൊണ്ട് വിറ്റില്ലെങ്കിൽ എന്നെ അമ്മ എന്നെ വഴക്ക് പറയും. എടാ കശുവണ്ടി, നിന്റെ അമ്മയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അയ്യോ, എന്റെ അമ്മയെ കൊടുത്തിട്ട് ഞാനിപ്പോ പുതിയൊരു മമ്മിയെ വാങ്ങിച്ചടി. കാശുകാരി. എന്താ പറഞ്ഞേ? കാശുകാരി. ഒന്നുകൂടെ വിളിക്കടാ. ഒന്നുകൂടെ വിളിച്ചിട്ട് കേട്ട് സൂഹിക്കാൻ വേണ്ടി അവക്ക്. എടാ പാക്കര, എന്റെ തെറ്റാണോ?
എനിക്ക് ആവശ്യത്തിന് പണം, അതിലേറെ സൗന്ദര്യം കിട്ടിയത് എന്റെ തെറ്റാണോ? അല്ല, അവൻ പണത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. സൗന്ദര്യം ഞാൻ കയ്യിൽ നിന്നിട്ട. അത് കയ്യിലങ്ങ് വെച്ചാ മതി. എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവർക്ക് ഇച്ചിരി കാശുണ്ടായാൽ എന്താ തെറ്റ്? എടാ, കാശുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടാൻ പറ്റത്തില്ലടാ. എന്തൊക്കെ നേടാവിടെ ഈ ലോകത്ത്? ആ കാശ് കൊണ്ട് ഇവക്കൊന്ന് എനിക്കൊരു കാര്യം നേടി തരാൻ പറ്റൂടി. നിനക്ക് എന്തോ വേണ്ടുന്നത്? നിന്റെ കൂട്ടുകാരായിട്ട് പിന്നെ ഞാൻ എന്തോ വേണം? പുതിയ കാർ വേണോ? നല്ല വീട് വേണോ? പണം വേണോ? എന്തോന്ന് വെച്ചാൽ ചോദിക്ക്. ഇതൊന്നും എനിക്ക് വേണ്ട. നിന്റെ ആ കാശ് കൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ ബാല്യകാലം തിരിച്ചു വാങ്ങിച്ചു തരാൻ പറ്റുമോ നിനക്ക്? കല്യാണി മിണ്ടാതെ പോവാന്നോ? കരയുമായിരുന്നു. എടാ, എന്തൊരു കഷ്ടപ്പെടാ ആ പാവം പിടിച്ച പെണ്ണിനെ കരയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്? അത് വിട്ടുകളാ. എന്ത് വിട്ടുകള? നിനക്ക് പിന്നെ സുഖമായിട്ടിരിക്കുന്നടാ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിനക്കിപ്പോ എന്താ ജോലി? എന്താണ്? ഞാൻ താലൂക്ക് ഓഫീസിലാ. അവിടെ എന്താ പരിപാടി? അവിടെ കബഡിപ്പലക വെച്ചിട്ട് പ്രശ്ന പരിഹാരം നടത്തുക. നീ വന്നാ മതി. നിന്റെ ശുക്രനെ ഞാൻ ഗുളികനകത്ത് കയറ്റി വിടാം. അല്ലെ, സർക്കാർ നിനക്ക് കബഡിപ്പലവ തരുവാണോ? നീ വാങ്ങിക്കുവോ ചെയ്യുന്നത്? എടാ, ഞാൻ ഡെപ്യൂട്ടി തഹസീൽദാർ, അറിയുമോ? എനിക്കെങ്ങനെ അറിയുന്നേ? എന്തുവാ? കൂട്ടി വെച്ച സൈക്കിൾ ആരെയാണ്? പൂട്ടി വെച്ച സൈക്കിൾ നാന്നോടാ പൊട്ടാ പറഞ്ഞത്. ഡെപ്യൂട്ടി തഹസീൽദാറാടാ ഞാൻ. പിന്നെ കുട്ടികളിയൊക്കെ? കുട്ടിക്കളിയൊക്കെ പണ്ടേ കഴിഞ്ഞല്ലോ. അതല്ല, കുട്ടികളൊക്കെ. കുട്ടികൾ രണ്ടുപേരുടാ. മൂത്ത മോള് കെട്ടിച്ചയച്ചു. അവളെന്താ പച്ചമരുന്ന് നടന്നു? എന്തുവാ? കെട്ടിയിട്ട് ചതയ്ക്കാൻ. കെട്ടിച്ചതച്ചെന്നാണോ പറഞ്ഞത്? എടാ, അവിടെ കല്യാണം കഴിപ്പിച്ച് കിട്ടുന്നത്. പിന്നെ ഇളയത് മോനാ, ചെന്നൈ PG പഠിക്കുന്നു. ചെന്നൈയിൽ നിന്ന് പിച്ച് പറിക്കുന്നു, ഇവിടുന്ന് പിച്ച് പറിച്ചാ പോരാ? എടാ, വല്ലപ്പോഴെങ്കിലും സ്കൂളിൽ വരണോടാ ടങ് സ്ലിപ്പ് കോമഡിക്കാരാ. നിന്റെ വിശേഷമൊക്കെ പറയടാ. എനിക്കെന്തോടാ, ഞാനിങ്ങനെ കല്യാണം ഒന്നും കഴിച്ചില്ല. ഒരുപാട് ആലോചന വന്നു, അതൊക്കെ അങ്ങ് പോയി. ഇത് ആലോചിച്ചാൽ മാത്രം പറയും, നടത്തണം കേട്ടോ. കല്യാണം കഴിക്കാത്ത എന്താ? കല്യാണം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം കിട്ടില്ല, അത് ഇങ്ങനെ നമ്മളങ്ങ് കളഞ്ഞു. പിന്നെ ഞാൻ കൃഷിയാണ് എന്റെ ഭാര്യ. അപ്പൊ വെണ്ടയ്ക്കാന്ന് രാവിലെ കാപ്പിയൊക്കെ ഉണ്ടായിക്കൊണ്ട് തരും. അതല്ലെന്ന്. പിന്നെ എടാ, ഞാൻ കൃഷിയൊക്കെ ആയിട്ടൊക്കെ നടക്കുമല്ലയോ? അവിടെ സംഭവം ശരിയാണ്, കൃഷിപ്പണി നല്ലതാണ്, നമുക്ക് സന്തോഷമെല്ലാം കിട്ടും. പക്ഷെ നമ്മുടേതായിട്ടുള്ള സമയങ്ങളിൽ വർത്താനം പറയാനും കാര്യം പറയാനും ഒരാൾ വേണം. അത് ഞാൻ കാലത്ത് എന്റെ പറമ്പിലോട്ട് ഇറങ്ങും. ഞാൻ എന്റെ വഴുതനങ്ങ വിടും, വെണ്ടയ്ക്ക് വിടും, മുരിങ്ങക്കോലിനോടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നടക്കൂടാ. ഡോക്ടറൊന്നും കാണിച്ചില്ല ഇതുവരെ? അല്ല, ഇങ്ങനെ കായോടും പൂവിനോടും ഒക്കെ കാര്യം പറയുന്ന പെട്ടെന്ന് ഡോക്ടറെ കാണിക്കണവരെ കേൾക്കാം. അതാണ് പറഞ്ഞത്. നീ ഏസിക്കാത്തിരിക്കുന്ന സാറിന് ഇതിന്റെ ഗുണമൊന്നും അറിയത്തില്ലല്ലോ. പണ്ട് നീ ചാപ്പും ചവറാത്തൊക്കെ ചാടി നടന്നൊക്കെ മറന്നു പോയടാ നീ. എടാ, അതൊക്കെ മറക്കാൻ പറ്റും. എന്തുവായിരുന്നടാ കുഞ്ഞുനാളിലല്ലേ? സത്യം പറഞ്ഞാലേ കുഞ്ഞായിട്ട് തന്നെ ഇരുന്നാൽ മതിയായിരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ട സമയത്തേ അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പം എനിക്ക് അപ്പാപ്പം കൊണ്ടുവരുന്നു. ബോണ്ട, പരിപ്പുവട, മുറുക്ക, സുഖിയൻ, നാരങ്ങ മുട്ടായി. എന്റെ ദൈവമേ, അതുപോലെ കുഞ്ഞായിട്ടങ്ങ് ഇരുന്നാ മതിയായിരുന്നു. മൂത്ത് തരച്ചിട്ടോ അപ്പാപ്പത്തിന് തന്നെ കൊതി മാറിയിട്ടില്ലേ നിനക്ക്? ആ പെണ്ണ് പോയിട്ട് കാണുന്നില്ലല്ലോ കല്യാണിയെ. ഓ, പെണ്ണ് പോയിട്ട് കാണുന്നില്ല പോലും. പണ്ട് ഇതുപോലെ ഇവിടെ പറയുന്ന അവൻ മാറത്തില്ല. എന്റെ ആർക്കും വേണ്ട, ഞാനിവിടെ നിൽക്കുന്നുമില്ല, ഞാൻ പോവാ. പച്ചക്കറി എന്തെങ്കിലും വേണോ ആർക്കെങ്കിലും? അല്ല, ജൈവവളത്തിൽ തീർന്ന പച്ചക്കറി എന്തെങ്കിലും വേണോ? ആർക്ക് വേണ്ടെങ്കിൽ ഞാൻ പോവാ. അല്ലെങ്കിൽ പച്ചക്കറി അളിയുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് അളിയും. പിന്നൊരു കാര്യം, നിങ്ങളൊക്കെ നിങ്ങളുടെ കുട്ടിക്കാലം ഓർക്കാറുണ്ടോ? ഞാൻ എന്റെ കുട്ടിക്കാലം ഓർക്കാറുണ്ട്. ഓർമ്മയില്ലെങ്കിൽ കുറച്ചു നേരം കണ്ണടച്ച് നോർത്ത് നോക്കൂ, നമുക്ക് തിരികെ വരാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.